വെടിനിർത്തൽ ധാരണ റഷ്യൻ പ്രസിഡന്റ് വൈകിപ്പിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇതേ നിലപാടെടുത്തിരുന്നു. വൈകാതെ പുടിന് ചർച്ചകളുടെ ഭാഗമാകേണ്ടി വരുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവർ ഉൾപ്പെടെ പങ്കെടുത്ത 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗത്തിലാണ് സ്റ്റാമർ നിലപാട് വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വെടിനിർത്തൽ ധാരണ റഷ്യൻ പ്രസിഡന്റ് വൈകിപ്പിക്കുന്നു എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ പ്രസ്താവന. എന്തായാലും ഇതിന്മേൽ ഒരു തുടർ മുന്നറിയിപ്പ് റഷ്യയ്ക്ക് നൽകുകയുമുണ്ടായി. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രോഹിണി, ഒരു മുന്നറിയിപ്പ് തന്നെയാണ് റഷ്യക്ക് നൽകുന്നത്. ഇന്നലെ മുതൽ ഈ മുന്നറിയിപ്പ് വളരെ കൃത്യമായി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ 26ഓളം രാജ്യങ്ങൾ റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ നിരവധി പേർക്കും സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു നീക്കം ഇന്നലെ നടന്നിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം പോലൊരു സംവിധാനം യുക്രൈൻ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ യുക്രൈനെ സൈനികമല്ലാത്തതുമായ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ 26 രാജ്യങ്ങളുടെയും വെർച്വൽ യോഗത്തിലാണ് കെയർ സ്റ്റാമർ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് കെയർ സ്റ്റാമർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നാൽ റഷ്യക്ക് വൈകാതെ തന്നെ ഇത്തരത്തിൽ നീക്കങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് വൈകാതെ തന്നെ ചർച്ചകൾക്ക് തയ്യാറാകേണ്ടി വരുമെന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കെയർ സ്റ്റാമർ പറയുന്നത്. തീർച്ചയായും യൂറോപ്യൻ രാജ്യങ്ങളുടെ സംഘത്തിന്റെ ശക്തമായൊരു സമ്മർദ്ദം വെടിനിർത്തലിന് വേണ്ടി ഉണ്ടാക്കുക എന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ പ്രായോഗികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വെടിനിർത്തൽ സാധ്യത ഉടൻ ഉണ്ടാകണമെന്ന അനുകൂല നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് വളരെ കൃത്യമായി ട്രംപുമായി സംസാരിക്കുകയും അതുപോലെ തന്നെ പുടിനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെയും വെടിനിർത്തൽ വേണമെന്നൊരു നീക്കമാണ് ഉണ്ടായത്. ഇപ്പോൾ നടന്ന യോഗത്തിലും സെലൻസ്കിയും അതുപോലെ തന്നെ പുടിനും പങ്കെടുക്കുകയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഈ 25 രാജ്യങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശക്തമായ നിലപാട് യുക്രൈനോടൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ് ഇവർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തീവ്രമായ ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാന ചർച്ചകളിലേക്ക് എത്തുന്നതിനും വേണ്ടിയുള്ള കടുത്ത സമ്മർദ്ദം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് റഷ്യക്ക് മേലുണ്ടാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അതായത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വെടിനിർത്തൽ സാധ്യമാകുക എങ്ങനെയെന്ന ചോദ്യമാണ് റഷ്യൻ പ്രസിഡന്റ് ഉന്നയിക്കുന്നത്. തീർച്ചയായും പ്രശ്നങ്ങൾ ചർച്ചകളിലേക്ക് നീങ്ങുന്നു, കുറെ കൂടി കാര്യക്ഷമമായ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ചർച്ചകളിലൂടെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.